കൊച്ചിയിൽ റെഡ് സോൺ മേഖലയിൽ ഡ്രോൺ പറത്തിയ 2 US പൗരന്മാർക്കെതിരായ ക്രിമിനൽ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 2 മാസത്തേക്കാണ് സ്റ്റേ ചെയ്തത്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ വർഷം ആദ്യമാണ് റെഡ് സോൺ മേഖലയിൽ, പ്രത്യേകിച്ച് ദ്രോണാചാര്യ പോലുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ പരത്തിയത്. 2 വ്ളോഗർമാരാണ്, US വ്ളോഗർമാരാണ്. അവർക്കെതിരെ ഫോർട്ട് കൊച്ചി പോലീസാണ് കേസെടുത്തത്. അതിനവരെ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് വിട്ടയക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിലാണ് ഇപ്പോൾ അവർ ഈ കേസിന്റെ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്. അതിന്മേലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിട്ടുള്ളത്. 2 മാസത്തേക്ക് ഈ കേസിന്മേൽ, FIR-ന്മേൽ നടപടികൾ പാടില്ല എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. സുഹൈൽ, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡ്രോൺ പറത്താൻ കൃത്യമായ ലൈസൻസിനടക്കം ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് റെഡ് സോൺ മേഖലയിൽ ഡ്രോൺ പറത്തിയ 2 US പൗരന്മാർക്കെതിരെയുള്ള നടപടികൾ തൽക്കാലം 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വാർത്തയാണ് വിഷ്ണു സുരേഷ് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.